ആര്യനാട്ടെ ന്യൂബീന നഴ്സറിയിൽ ഒട്ടേറെ വ്യത്യസ്തങ്ങളായ പ്ലാന്റ്സ് ഉണ്ട്. നമുക്ക് അവ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. നമസ്കാരം, നാട്ടുവരമ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂബീന നഴ്സറിയുടെ സാരഥികളായ ഫൈസൽ ഖാനും ജാസ്മിനും ആണ് നമുക്കൊപ്പം ഉള്ളത്. എങ്ങനെയാണ് ഈ നഴ്സറിയുടെ ഒരു തുടക്കം? എൻ്റെ ബാപ്പ ഷംസുദ്ദീൻ ഹാജിയാണ് ഈ നഴ്സറി സ്റ്റാർട്ട് ചെയ്തത്. ഒരു 45-46 ഇയേഴ്സ് ബാക്ക് ബാപ്പായും അവരുടെ ബ്രദേഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് നഴ്സറി. വളരെ ഒരു 10-30 സെൻറ്റിൽ അന്ന് കുടുംബ വീടിൻ്റെ ഭാഗത്ത് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് നഴ്സറി. ഈ നമ്മൾ ഈ നിൽക്കുന്ന പ്രോപ്പർട്ടി എല്ലാം ഫുള്ള് റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു. ഞാൻ അതെല്ലാം മാറ്റിയിട്ട് അതിന് എൻ്റെ യാത്രകളാണ് എന്നെ കൂടുതൽ എന്നെ സഹായിച്ചത്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലോട്ടും ഏകദേശം ഒട്ടുമിക്ക നഴ്സറി ഹബ്ബുള്ള എല്ലാ സ്റ്റേറ്റിലോട്ടും നമ്മളിന്ന് ചെടികൾ കയറ്റി വിടുന്നവർ. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചെടി കയറ്റി വിടുന്ന ഒരു നഴ്സറിയാണ് ന്യൂബീന നഴ്സറി ആൻഡ് ഗാർഡൻസ്. ചേട്ടാ, ഇതിപ്പോൾ എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇപ്പം നമുക്ക് ടോട്ടൽ ഒരു 18 ഏക്കറോളം ഭൂമിയിൽ ഫുള്ളും എല്ലാ ഏരിയയിലും ചെടി തന്നെയാണുള്ളത്. ഫുള്ള് അതിൽ കുറേ ഏരിയ മദർ പ്ലാന്റിന് വേണ്ടിയിട്ടൊരു വലിയ ഏരിയ ഉണ്ട്, പിന്നെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വലിയ ഏരിയ ഉണ്ട്. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ സെക്ഷനാണ്. ഇത് പെൻഡാനസ് പിഗ്മി എന്ന പ്ലാന്റ് ആണ്. നമ്മുടെ ലോക്കൽ ഐറ്റംസിൽ പെടുന്ന പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ചെമ്മണ്ണും കൊക്കോപീറ്റും കൗഡങ്കൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ കമ്പോസ്റ്റ് റെഡിയാക്കി കവറിൽ ഇവർ പ്ലാന്റ് ചെയ്തെടുക്കുന്നതാണ്. ഈ ഒരു സംരംഭത്തിലൂടെ നമുക്കൊരു 10-30 പേർക്ക് ജോലി നൽകാൻ സാധിച്ചിട്ടുണ്ട്. ചേച്ചി, ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന ചെടികളല്ലേ? ഇത് പണ്ട് തൊട്ടേ കാണുന്ന ചെടികളല്ലേന്ന് ചോദിച്ചാൽ അതാണ്. എങ്കിലും ഇത് വെറൈറ്റീസ് ആണ്. ഇത് ക്രോട്ടൺ പെട്രസ് ആണ്. ഇത് നമ്മുടെ ഇപ്പോൾ മഹാരാഷ്ട്രയിലോട്ടൊക്കെ ഒരുപാട് ഡിമാൻഡ് ഉള്ളൊരു പ്ലാന്റ് ആണ്. നമ്മുടെ ഇവിടെ നിന്ന് കൂടുതൽ പോകുന്നൊരു ഐറ്റമാണ്. ഇത് നമ്മൾ കട്ടിങ്സ് എടുത്ത് പ്ലാന്റ് ചെയ്ത് നമ്മുടെ ഹോട്ട് ചേമ്പറിൽ വെച്ച് പെട്ടെന്ന് തന്നെ വേരൊക്കെ പിടിപ്പിച്ചാണ് നമ്മുടെ ഇത് ലോഡ് ചെയ്യുന്നത്. ഇവിടുത്തെ തന്നെ വെറൈറ്റീസ് ആണോ? ഇവിടുത്തെ തന്നെ വെറൈറ്റീസ് ആണ്. നമ്മുടെ അടുത്തുള്ള ഒരുപാട് കുഞ്ഞു നഴ്സറികളിലൊക്കെ ഒരുപാട് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഐറ്റമാണ് പെട്ര, ക്രോട്ടൺ പെട്ര എന്ന ഐറ്റം. ഇത് ഫുൾ ഇൻഡോർ പ്ലാന്റ്സ് ആണോ? ഇവിടെയുള്ളത് ഏകദേശം ഫുള്ള് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. സെമി ഇൻഡോർ, ചെറിയൊരു രീതിയിൽ സൺലൈറ്റ്. ഇൻഡോർ എന്ന് വെച്ചാൽ ആ പ്ലാന്റ്സിന് സൺലൈറ്റ് വേണം എന്നുള്ളതാണ്. പ്ലാന്റ്സ് സൺലൈറ്റ് ഉണ്ടെങ്കിലേ അത് ജീവിക്കത്തുള്ളൂ. ഇതെന്ന് പറയുന്ന നമ്മുടെ വിക്ടോറിയ വൈറ്റ്, ട്രസീന വിക്ടോറിയ വൈറ്റ് എന്ന പ്ലാന്റ് ആണ്. വളരെ മനോഹരമായൊരു ഇൻഡോർ പ്ലാന്റിൽ വരുന്നതാണ്. ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ്. എടുത്തു പറയാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര തരം വെറൈറ്റീസ് ഉണ്ട്? അങ്ങനെ ഒരു കൃത്യമായ എണ്ണം എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇത്രയും വർഷത്തെ ചെടികൾ അന്ന് മുതലേ, കാരണം ഇത്രയും വർഷം മുന്നേയുള്ള ചെടികളിലെ ഒരു ചെടിയെങ്കിലും ചിലപ്പോൾ ഈ ഏതെങ്കിലും ഒരു പുരയിടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു അപ്രോക്സിമേറ്റ് മോർ ദാൻ 1000 ഉണ്ടാവും എന്ന് ഞാൻ കണക്കാക്കുന്നു. പക്ഷേ എനിക്ക് ഇവിടെ ആയിട്ട് ഇത്രയും ഏരിയയിൽ വാസ്റ്റായിട്ട് ചെടിയുണ്ട്. എവിടെയെങ്കിലൊക്കെ ഇതിൻ്റെ സ്പീഷ്യസ് ഉണ്ട്. ചിലര് വെള്ളത്തിൽ തന്നെ പ്ലാന്റ് ചെയ്ത് വെക്കില്ലേ? അപ്പൊ അത് പക്ഷെ ഡീകേ ആവുന്നില്ലല്ലോ. അത് മണി പ്ലാന്റ് ഒക്കെ നമ്മൾ ഇൻഡോർ വാട്ടറിൽ അത് നമ്മള് സോയില് യൂസ് ചെയ്യുന്നില്ലല്ലോ. സോയിലും വാട്ടറും കൂടെ അധികമാകുമ്പോഴാണ് ഡാമേജ് ഉണ്ടാവുക. വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സോയിൽ അല്ലെങ്കിൽ വാട്ടർ, ഏതില്ലെങ്കിലും ഒന്നിൽ അതിന് റൂട്ടിന് വേണ്ട കണ്ടൻസ് നൽകുക എന്നുള്ളതാണ്. യാത്രകളാണ് എന്നെ ഇങ്ങനെ മാറ്റിമറിച്ചത്. ഞാനൊരു പോലീസ് ഓഫീസർ ആവുക എന്നുള്ള വലിയ ആഗ്രഹം അപ്പോഴുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡിഗ്രിക്ക് പോയി ജോയിൻ ചെയ്തത്. പിന്നെ അങ്ങനെ ഡിഗ്രി അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന നിലയിൽ BEd എടുക്കാൻ തീരുമാനിച്ചു, ഒരു അധ്യാപകനാവാൻ വേണ്ടി. ആ സമയത്ത് യാത്ര ചെയ്തിട്ട് എന്നെക്കൊണ്ട് ഇത്രയും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അന്ന് എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് എന്നെ മാറ്റിമറിച്ചത്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഞാനൊരു യാത്രയൊക്കെ ചെയ്യാതെ ഒരു പാപ്പായെ ഹെൽപ്പ് ചെയ്ത് മാത്രം എന്നിരുന്നെങ്കിൽ ഒരു അധ്യാപകനോ ഒരു പോലീസ് ഓഫീസറോ ഒക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു. ഇതൊരു ഫിലോഡൻഡ്രം സെല്ലം എന്ന് പറയും. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് ഷഫ്ലയറാണ്. ഇതും ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം കട്ട ഇരുട്ടത്തും ഇരിക്കുന്ന ചെടിയാണ്. ഇത് ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറയും. ഇതൊരു
നല്ലൊരു ഇൻഡോറാണ്. നമുക്ക് സെറ്റിയുടെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഹൈറ്റുള്ള ചെടിയാണ്. ഇത് ഫിഡിൽ ഫിക്ക് എന്ന് പറയും. ഫിഡിൽ ഫിക്ക് ഇതും ഇൻഡോർ പ്ലാന്റാണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റാണ്. റബ്ബർ ഫൈക്കസ് എന്ന് പറയും. ഇതും നമുക്ക് ലിവിങ് റൂമിലും ഒക്കെ വെക്കാൻ പറ്റുന്നത്, അത്യാവശ്യത്തിന് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഹൈറ്റിലും വരും, നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ കണക്കാക്കി വെക്കാനും പറ്റും. ഇത് ഫിലോഡൻഡ്രം മിലോണിയ എന്ന് പറയും. ഇതും ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് ട്രസീന ട്രാക്കോ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള ചെടിയാണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള നല്ല ചെടിയാണ്. ഇത് മണി പ്ലാന്റ് വെറൈറ്റിയാണ്. ഫിലോഡൻഡ്രം ഐറ്റത്തിൽ ഇത് വീട്ടിൽ വയ്ക്കുന്ന എല്ലാവരും ലക്ക് പ്ലാന്റ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഇത് നിർബന്ധമായിട്ട് കിച്ചണിലും ബെഡ്റൂമിലും ഷോക്കേസിൽ വരെ വെക്കുന്ന ചെടിയാണ് ഈ ചെടി. ഇതെല്ലാം നമ്മുടെ മെസഞ്ചാന വെറൈറ്റീസ് ആണ്. മെസഞ്ചാനയിൽ തന്നെ മെസഞ്ചാന ഗ്രീൻ ഉണ്ട്, മെസഞ്ചാന ലെമൺ ലീഫ് വരുന്ന ചെറിയ ഡോർഫ് വെറൈറ്റി ഉണ്ട്, പിന്നെ മെസഞ്ചാന ദാരാസിംഗ് എന്ന വെറൈറ്റീസ്. ദാരാസിംഗ് എന്നാണ് ഇതിന്റെ നെയിം. ഇത് നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. കുറച്ച് റേറ്റ് ഉള്ളതിൽ കുറച്ച് റേറ്റ് വരുന്ന ഒരു ഐറ്റം ഡിമാൻഡഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ നല്ല ദാരാസിംഗ് ഹിന്ദി പേരൊക്കെ അങ്ങോട്ടേക്കാണ് കൂടുതൽ സെയിൽ പോകുന്നത്. അതെ, അങ്ങോട്ടേക്കാണ് കൂടുതൽ പോകുന്നത്. ഓർണമെന്റൽ കുറച്ച് ഭംഗി കൂട്ടുന്ന ഓർണമെന്റൽ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഇത് നമ്മളിപ്പോ കണ്ടില്ലേ, മെസഞ്ചാനയുടെ ഡോർഫ് ഒരു ഐറ്റം ആണ്. മെസഞ്ചാന യൂക്ക എന്നാണ് ഇതിന്റെ നെയിം വരുന്നത്. ഡോർഫ് ആയിട്ട് ഇതിന്റെ മെയിന്റനൻസ് സെയിം പോലെ സെയിം തന്നെയാണ് മെയിന്റനൻസ്. ഇതിന്റെ ഒരു വെറൈറ്റി ആണ്, ഇൻഡോർ വെറൈറ്റി ആണ്. ഇതിന്റെ സെയിൽ എങ്ങനെയാണ്? ഇത് കൂടുതലും നമ്മളിപ്പോൾ പോകുന്നത് പുറത്തോട്ടാണ് ഇതെല്ലാം പോകുന്നത്. നമ്മുടെ ഇവിടെ ഉള്ളവരും ഇതൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട്, ഇതിനോട് താല്പര്യമുള്ളവർ. ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കേരളത്തിൽ ഈന്തപ്പനത്തോട്ടങ്ങൾ അപൂർവമല്ലേ? എന്നാൽ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു ഈന്തപ്പനത്തോട്ടത്തിലാണ്. കേരളത്തിൽ ഈന്തപ്പഴ കൃഷി എന്ന് പറയുന്നത് എവിടെയും കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴീ നമുക്ക് ഈ 2026 നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടവും കാച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ചൂടുണ്ടെങ്കിൽ നമുക്ക് കായ്ക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അതിൻ്റെ ഇതിലാണ് ഇപ്പോൾ എല്ലാവരും ഡേറ്റ്സ് തന്നെ. ഈ കൃഷിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ആൾക്കാർക്ക് ഒരു ഭംഗിയാണ് ഇതിൻ്റെ കൂടുതലും ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. ചേച്ചി വന്നതിന് ശേഷം ചേച്ചി എങ്ങനെയായിരുന്നു ഈ ഫീൽഡിൽ കോർപ്പറേഷനൊക്കെ ആദ്യമൊക്കെ? ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആൾ പഠിക്കില്ലായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനൊരു പോലീസ് ഓഫീസറൊക്കെ ആകുമെന്നുള്ളത്. ഞാൻ ആളെ കൊണ്ട് UPSCക്ക് കൊണ്ട് ചേർത്തതാണ്. ശരിക്കും നമ്മുടെ അക്കൗണ്ട് സെക്ഷനിലോട്ട് അത് നോക്കാനായിട്ട് ഒരാളില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ആ ഒരു ഫീൽഡിൽ എത്തുന്നത്. ഞാൻ പഠിച്ചിട്ടുള്ളത് MBA ആണ്. അപ്പോൾ MBAയിൽ HR ആണ് പഠിച്ചിട്ടുള്ളത്. പഠിച്ചത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി. അതെ, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് അവിടെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നഴ്സറിയുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായി എന്നുള്ളതും ശരിക്കും സത്യമാണ്. ഈന്തപ്പഴ കൃഷി തുടങ്ങാനായിട്ട് ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് നട്ടതിന്റെ ഒരു പരിപാലനമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഇപ്പം നമ്മൾ മുന്നേയൊക്കെ ചെടി നട്ട സമയത്ത് ഈ ബാഗ് മാറ്റിയിട്ട് ഞാൻ കുറച്ച് മെയിൻലി ചേർക്കുന്ന കൊക്കോപീറ്റും ചാണകപ്പൊടിയും കൂടെ നല്ലൊരു ഇതിൻ്റെ ഒരു 2 അടി വീതി 2 അടി ഡെപ്തിലാണ് നമ്മളിത് പ്ലാന്റ് ചെയ്യുന്നത്. ആ സമയത്ത് ചുറ്റും ഈ കൊക്കോപീറ്റും ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കും. നല്ല ഫ്രഷ് വേരുകൾ പിന്നെ അതിനുശേഷം നമ്മൾ ഇളക്കി കൊടുക്കലുണ്ട് കസ്റ്റമേഴ്സിന്. അപ്പോൾ നല്ല പുതുവേരുകൾ നല്ല രീതിയിൽ ഓടി, വേര് എത്രത്തോളം താഴോട്ട് ഓടും അത്രത്തോളം ലീഫ് മണ്ടയിലോട്ട് നല്ല ഫ്രഷ് ലീവ്സ് വരും. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നല്ല ചൂട് സമയത്തൊക്കെ കൊക്കോപീറ്റും ചാണകപ്പൊടിയും കൂടെ ഇട്ട് അങ്ങ് പ്ലാന്റ് ചെയ്താൽ ചെടി നന്നായിട്ട് വരും. ഇതിന് വളരെ കെയറിങ് കുറഞ്ഞൊരു പാംസാണ്. വളരെ ലോ മെയിൻ്റനൻസ്. ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമുള്ള കെയറിങ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് അത് ഓട്ടോമാറ്റിക്കലി നിന്നങ്ങ് വളരുകയാണ്. നമ്മൾ ഈ നടുന്ന സമയത്ത് ഈ 2 ഫീറ്റ് ഡെപ്ത് 2 ഫീറ്റ് വിട്ടും കൊടുത്തിട്ട് നമ്മൾ ഈ കൊക്കോപീറ്റും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ഫുള്ള് ഇട്ടിട്ട് മണ്ണിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം നല്ല ചൂടാണെങ്കിൽ ഡെയിലി ഒരു ദിവസം പെർ ഡേ ഒരു ദിവസം 2 in 1 വെള്ളം കൊടുത്താൽ മാത്രം മതി. അത് നമ്മുടെ കാലാവസ്ഥ ഏകദേശം ഒരു 3-4 monthsൽ പുതിയ വേരുകളൊക്കെ വന്ന് നമ്മളെ മണ്ണുമായിട്ട് അങ്ങ് സെറ്റായി കഴിയും. നമ്മൾ പുതിയ വേര് വരുമ്പോൾ തന്നെ അതിൻ്റെ മണ്ടയിലോട്ട് ലീഫ് വരും. ഈ ചെടീനെ സംബന്ധിച്ച് ഫുൾ സെറ്റിൽഡ് ആയ ചെടിയാണ്. നമ്മൾ ചോട്ടി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പുതിയ വേരുകളാണ് ഈ ഫുൾ വന്നിട്ടുള്ളത്.
ഈ വേര് ഇനി പുതിയതായിട്ട് പിന്നെ മണ്ണിലോട്ട് അങ്ങോട്ട് ഓടിച്ചേർന്നാൽ മതി. ഫ്രഷായിട്ട് നമ്മൾ നിലത്തുനിന്ന് എടുത്തിട്ട് വരുന്ന ചെടിയല്ല, സെറ്റിലെ ചെടിയാണ്. ഇത് ഡാമേജ് ആവുകയില്ല, ഉറപ്പാണ്. എന്തെങ്കിലും വന്ന് വീണ് ഇതിന്റെ മണ്ട നശിക്കുകയോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉള്ള ചെടി നിന്ന് ഈ ചൂട് കാറ്റടിച്ചോ അങ്ങനെ ഒന്നും ഡാമേജ് വരില്ല. ഈ ഈന്തപ്പഴത്തിന്റെ ആയുസ് എത്രയാണ്? ആയുസ് നമുക്കൊരു തെങ്ങിനെ പോലെയൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. തെങ്ങൊക്കെ നാടൻ തെങ്ങുകളൊക്കെ വർഷങ്ങളോളം നിൽക്കുന്നില്ലേ, അതുപോലെ നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ആയിരിക്കും തെങ്ങ് പോലെ നിൽക്കും. പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പൊ എത്ര നാളായി? ഇത് നമുക്ക് വളരെ അടുത്ത് വന്ന ചെടിയാണ്. നമ്മൾ വരുന്നു ഇതിനെല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടി, നമ്മളൊരു കൃഷിക്കായിട്ട് നമ്മളിവിടെ അല്ല, നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ചെടികളാണ്. അപ്പൊ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ എത്രയും ചെടി ചോദിച്ചാലും നമ്മൾ ട്രെയിൻ വിളിച്ച് കയറ്റി പോകും. നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ് ആണ് ശരിക്കും. ഡേറ്റ്സ് പാം എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ കുറച്ച് ഭംഗി നൽകുന്നൊരു പ്ലാന്റ് എന്നൊരു നിലയ്ക്കാണ് നമ്മുടെ ഈ ഡേറ്റ്സ് പാം ഇവിടെ ഫസ്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് കുറച്ച് ചൂട് കൂടുതലായ കാരണമാണ് നമുക്ക് കായ്ഫലം ഈ ഒരു വർഷത്തിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ CC പ്ലാന്റിൻ്റെ പോളിയോസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മുടെ CC പ്ലാന്റ് വരുന്നത്. ഡോർഫ് വെറൈറ്റീസ്, ഇൻഡോർ വെറൈറ്റിയാണ്. വെള്ളം വളരെ കുറച്ച് മാത്രം ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത്. പിന്നെ വരുന്നത് നമ്മുടെ കലാത്തിയ, വളരെ കളർഫുള്ളായിട്ട് ഉള്ള കലാത്തിയ, ഓർബിഫോളിയ, കലാത്തിയ മെക്കോവ, അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് വെറൈറ്റീസ് കലാത്തിയയിലുണ്ട്. അതിൻ്റെയും ഒരു വിപുലമായ ശേഖരം തന്നെ നമുക്കുണ്ട്. ഈ ഒരു വെറൈറ്റി വരുമ്പോൾ നമ്മുടെ പീസ് ലില്ലിയാണ്, സ്പാത്തിഫില്ലം എന്നൊരു പേരിലും അറിയപ്പെടുന്ന പ്ലാന്റാണ്. അതിൻ്റെ ഷോർട്ട് പ്ലാന്റാണ് ഇത്. ഇതും ഒരു ലാർജ് കളക്ഷൻ തന്നെ നമുക്ക് ഉണ്ട്. ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലേ, കലാത്തിയുടെ നല്ല ബഞ്ചഡ് ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ്. ഇൻഡോർ സെക്ഷനിലൊക്കെ വെക്കാൻ പറ്റിയ മനോഹരമായ പ്ലാന്റ്സ്. കലാത്തി എന്ന് പറയുമ്പോൾ വളരെ കളർഫുള്ളായിട്ട് വളരെ മനോഹരമായിട്ട് നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. നമുക്ക് ആന്തൂറിയംസിന് ഒരു 7-8 വെറൈറ്റീസ് അവൈലബിൾ ആണ്. എല്ലാവർക്കും സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു പ്രീമിയം ഐറ്റം തന്നെയാണ്. ഇതിൽ വരുമ്പോൾ നമുക്കൊരു 500 to 1000 rupees വരെ റേറ്റ് വരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഗ്ലോണിമ സെക്ഷനിലാണ്. ഇത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും ഭംഗി തരുന്ന നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് അഗ്ലോണിമ. ലീഫി പ്ലാന്റ്സ് ആണ്. ഒരുപാട് വെറൈറ്റീസ് നമുക്കുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ സ്മാൾ പ്ലാന്റ്സിന്റെ ഒരു ലാർജ് കളക്ഷൻ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഒരു 10-20ഓളം വെറൈറ്റീസിന്റെ സ്മാൾ പ്ലാന്റ്സ് ആണ് കളക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത് ഫുള്ള്. നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടിഷ്യൂ പ്ലാന്റ്സ് കളക്ട് ചെയ്ത് അതിനെ റിപ്പോർട്ട് ചെയ്താണ് നമ്മൾ പ്ലാന്റ്സ്. പിന്നെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്. നമ്മുടെ കട്ടിങ്സ് വഴി നമ്മൾ ഓൺ പ്രൊഡക്ഷനും ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാ പ്ലാന്റ്സുകളും നമ്മൾ പോളിഹൗസിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ മഴയായാലും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, അതൊരു മഴയായാലും വെയിലായാലും പ്ലാന്റ്സിനെ അതേ ഭംഗിയോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് നമ്മൾ പോളിഹൗസിന് ഉള്ളിൽ സ്റ്റാൻഡൊക്കെ ചെയ്ത് പ്ലാന്റ്സുകളെല്ലാം വെച്ചിരിക്കുന്നത്. കീടങ്ങളാക്രമണം തടയാനായിട്ട് നമ്മൾ മരുന്ന് നൽകുന്നുണ്ട്, മെഡിസിൻ നൽകുന്നുണ്ട്. അതിന് പ്രത്യേക സെക്ഷനും ആളും തന്നെയുണ്ട്. 10-15 ദിവസത്തിനകം പ്ലാന്റ്സ് നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു മെഡിസിൻ, അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അടുത്തൊരു മെഡിസിൻ, അങ്ങനെ ആ ഒരു ക്രമത്തിൽ തന്നെ മെഡിസിനുകളും നൽകുന്നുണ്ട്. ചേച്ചി ഭയങ്കര കളർഫുൾ ആണല്ലോ ഈ ചെടി. ഇത് ഏതാ ഈ വെറൈറ്റി? ഇത് ചൈനാഡോൾ എന്ന പ്ലാന്റ് ആണ്. ചൈനാഡോള് ശരിക്കും നല്ല ഗ്രീൻ കളർ പ്ലാന്റ് ആണ്. ഇത് അതിന്റെ ഗോൾഡൻ വെറൈറ്റിയാണ്. ചൈനാഡോൾ അല്ലെങ്കിൽ റെഡ്മിച്ചേരി എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഇത് വെറൈറ്റിയാണ്. ഇതിന് കുറച്ചുകൂടി റേറ്റ് വരും ഈ ഗോൾഡൻ ചൈനാഡോളിന്. നല്ല സൺലൈറ്റിലാണ് ഈ ഒരു ഗോൾഡ് കളർ ഇത് കാണിക്കുന്നത്. മികച്ച ഇനം മദർ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു സെക്ഷന്റെ തന്നെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മുടെ സെക്ഷന് മാത്രമല്ല നമ്മുടെ സംരംഭത്തിന്റെ തന്നെ വിജയം എന്ന് പറയുന്നത് നമുക്കൊരു മദർ പ്ലാന്റ് സെക്ഷൻ, നല്ലൊരു മദർ പ്ലാന്റ് സെക്ഷൻ ഉള്ളതാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ കളർ അഗ്ലോണിമാസ് നമ്മൾ ടിഷ്യൂ പ്ലാന്റ്സ് കൊണ്ടുവന്നും പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. ഒരു നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത്
കലാത്തിയ ലൂട്ടിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതൊരു 2 feet 8 പ്ലാന്റ് ആണ്. ഇതിൻ്റെ ബാക്കിൽ 1 feet ഉണ്ട്. പിന്നെ നമ്മുടെ ഫാമിൽ 4 feet 5 feet 6 feet അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹൈറ്റിനനുസരിച്ച് നമ്മളിൽ പല ഹൈറ്റിനുള്ള ചെടികളുണ്ട്. ഇന്ന് നമ്മളെ കേരളത്തിലെ ഗാർഡനിങ്ങിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചെടികളിൽ ഒന്നെന്ന് പറയുന്ന കലാത്തിയ ലൂട്ടിയാണ്. നിങ്ങൾ ഏത് ഗാർഡൻ നോക്കിക്കോളൂ, അത്രയും ഭംഗിയുള്ളൊരു ചെടിയാണ്. കലാത്തിയയിൽ തന്നെ 2-3 വെറൈറ്റി ഉണ്ട്. ഇത് സിഗാർ കലാത്തിയ എന്നാണ് പറയുന്നത്. പിന്നെ കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഒരു വലിയ ചെടികളിലൊന്നാണ് ഈ ഫൈക്കസ് എന്ന് പറയുന്നത്. ബെഞ്ചമിനേര ഗോൾഡൻ കളറ്. അപ്പോൾ ഒരു 15 feet മോർ ദാൻ 15 feet ഹൈറ്റ്. ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഇത്രയും വലിയ പോട്ട്സിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഫൈബർ മെറ്റീരിയലാണ്. ഇത് നമുക്ക് ഒരു ഗാർഡനിൽ ഒരു ചെടിയോ 2 ചെടിയോ മാത്രം മതി ആ ഗാർഡനെ പ്രീമിയം ആക്കുന്നതിന് വേണ്ടിയിട്ട്. അത്രയും ഹൈറ്റും അത്രയും കനോപ്പിയും ആയിട്ടുള്ള വളരെ മനോഹരമായ ചെടിയാണ്. ഒത്തിരി വർഷമായി നമ്മൾ ഈ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് കുറച്ചാളായേ ഉള്ളൂ. കവറിലിരുന്ന ചെടിയാണ്. ഈ ചെടിക്ക് വേണ്ട കെയർ എങ്ങനെയാണ് വീട്ടിൽ? ഇതൊക്കെ വളരെ വളരെ കെയറിങ് കുറച്ച് മാത്രം മതി. ഇതിന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിനെ നമ്മളൊരു ഇതിൻ്റെ ഇത് ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തൊരു നമുക്ക് ഏത് ഷേപ്പിൽ വേണം വളർത്താം. അപ്പോൾ ഇതിനെ കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് ഇതിനൊരു ബോൾ ഷേപ്പിൽ വെട്ടി വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇത്രയും 15 feet ഹൈറ്റൊക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ കയറിയിട്ട് ഇതിൻ്റെ ബോളൊക്കെ നീണ്ടു പോണതിനൊക്കെ വലിയ ലാഡറിന് കയറി ഷേപ്പിലാക്കും. ഇതിന് വളരെ ലോ മെയിൻ്റെനൻസ്. വെള്ളം തറയിൽ പ്ലാന്റ് ചെയ്താൽ ഇതിന് വെള്ളം തന്നെ ആവശ്യമില്ല. അതിന് ആ തറയിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുത്ത് അങ്ങ് എടുത്തോളും. ഫൈക്കസ് വെറൈറ്റീസ് ആണ്. നമ്മുടെ കൃഷിയുടെ കീഴിൽ വരുന്ന ഈ സ്ഥാപനത്തിൽ നമ്മൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന പല രീതിയിലുള്ള ധനസഹായങ്ങളും ചെയ്തിട്ടുണ്ട്. പുതിയ പ്ലാന്റ്സുകൾ, പുതിയ ഗാർഡൻ തുടങ്ങാനും അതുപോലെ തന്നെ പുതിയ പ്ലാന്റ്സ് വയ്ക്കാനും പോളി ഹൗസ് സ്ഥാപിക്കാനും അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷനുള്ള ഒരുപാട് സഹായങ്ങൾ, മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് സഹായങ്ങൾ നമ്മുടെ കൃഷിഭവൻ വഴി ഈ മേഖലയിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇന്നത്തെ ലോഡിന് വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ചേച്ചി, ഇത് എത്ര എഫേർട്ട് എടുക്കും ഇതിങ്ങനെ പാക്ക് ചെയ്ത്? ഇത് പാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് ലോഡാണെങ്കിൽ അതിന് മുന്നത്തെ ഒരു ദിവസം ഫുള്ള് നമ്മൾ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ചിലവിടും. ഒരു 10 പേരുടെ ജോലിയാണ് പാക്കിംഗ് എന്ന് പറയുന്നത്. 5,000 അറൗണ്ട് 5,000 പ്ലാന്റ്സ് ഒക്കെ പാക്ക് ചെയ്യേണ്ടി വരും ഒരു ലോഡിനെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ പ്ലാന്റ്സ് ആണ്. ചേച്ചി, ഈ ഒരു ബിസിനസ്സും ഫാമിലിയും മൊത്തത്തിൽ ചേച്ചി എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് ഈ ഒരു ഫീൽഡിനോടൊരു താല്പര്യമുണ്ട്. അതാണ് ശരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ട് എത്തിക്കുന്നത്. വീട്ടിലുള്ള വർക്ക്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറ്റുന്ന അത്ര ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരു മേൽനോട്ടം, മുഴുവൻ മൊത്തത്തിലുള്ള ഒരു മേൽനോട്ടം, അതാണ് ശരിക്കും ചെയ്യാറ്. ചേച്ചി, ബിസിനസിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഡിമാൻഡഡ് പ്ലാന്റ്സ് ഏതാണോ ആ ഒരു ഐറ്റം കൂടുതൽ കൊണ്ടുവരാറാണ് ചെയ്യാറ്. ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പേഴ്സ് ഉണ്ട്, നഴ്സറി, കൊച്ചു നഴ്സറി, അവരൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ ഐറ്റംസ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ ഏതാണ് കൂടുതൽ ഡിമാൻഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് അതാണ് നമ്മൾ കൂടുതൽ കൊണ്ടുവരുന്നത്. ട്രെൻഡ് അനുസരിച്ച് പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് കൊണ്ടുവരും. പ്ലാന്റ്സിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും, അതാണ് ചെയ്യാറ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഓരോന്നും ഓരോ സെക്ഷനാണ്. ഒരു പോളിയോസ് എന്ന് പറയുന്ന ഒരു 4-5 പോളിയോസ് ഉണ്ട്. ഓരോ സെക്ഷനിലും ഓരോരുത്തരെ ഒരു സെക്ഷൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്ലാന്റ്സ് ഒന്നും ഡാമേജ് ഉണ്ടാവാൻ പാടില്ല. ഡാമേജ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്കതൊരു മാർക്കറ്റിംഗ് രീതിയിൽ കുറച്ച് ഉപയോഗപ്രദമാവുന്നത്. ബോൺസായി അഥവാ കുഞ്ഞൻ മരങ്ങൾ ഇപ്പോൾ വീണ്ടും ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ആര്യനാട്ടെ ന്യൂബീന നഴ്സറിയിൽ 75 വർഷത്തോളം പഴക്കമുള്ള കുഞ്ഞൻ മരങ്ങളുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെട്ടാലോ? ഇതെല്ലാം ഇമ്പോർട്ടഡ് ബോൺസൈസ് ആണ്, നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതെല്ലാം. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഷേപ്പ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നത്. സെല്ലിംഗ് റേറ്റ് 2 lakhs, 2.5 lakhs. സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്രയാ? സ്റ്റാർട്ടിംഗ് നമുക്ക് ഒരു കുഞ്ഞ് സൈസിലുണ്ട്, അതൊക്കെ ഒരു 600 സ്റ്റാർട്ടിംഗ് റേറ്റ് ആവുന്നത്. 600 ചെറിയ ബൗളിൽ സെറ്റ് ചെയ്തിട്ടുള്ള ചെടികൾ. അപ്പർ റേഞ്ച് നമ്മളിൽ ഇപ്പോൾ ഒരു 7 lakhs അത്രയും റേഞ്ചിനുള്ള ഇപ്പോൾ നിലവിൽ സെയിൽസിന് ഒരു 7 lakhs വരെയുള്ള ചെടി ഇപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ ഇരിപ്പുണ്ട്. ഇത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു യൂണിക് പീസാണ്. ഇങ്ങനെ ഒരു ഡ്രാഗൺ ഷേപ്പിലൊക്കെ എടുത്തിട്ടുള്ള ഒരു
വളരെ മനോഹരമായ ഒരു ചെടിയാണ് ഈ ചില ഡിസൈൻസ് അപ്പം കസ്റ്റമൈസ് ചെയ്തെങ്കിൽ നമ്മൾ പറയാറുണ്ടോ സജഷൻസ്? കസ്റ്റമേഴ്സിന് അങ്ങനെ ഇല്ല. ഇത് കസ്റ്റമേഴ്സിന് അങ്ങനത്തെ ഒരു സജഷനൊന്നും കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്നില്ല. അവർക്കൊരു ഭംഗി, ഒരു വീടിനനുസരിച്ച് ഒരു ഭംഗി, ചിലപ്പോൾ ഹൈറ്റ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ട്രങ്കിൻ്റെ ഒരു കനമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഏജ് എത്രയായിരിക്കും? ഇതൊക്കെ ഒരു 30-35 ഇയേഴ്സ് ഓൾഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിലുള്ള ഏറ്റവും പ്രായം കൂടിയ ഒരു ചെടിയാണ് ഈ ബോൺസായി. ഇത് ഏകദേശം ഒരു 1.5 മീറ്ററോളം നീളമുള്ള ചട്ടിയിൽ ഇത്രയും ഏകദേശം 1 മീറ്റർ കൂടുതൽ വിഡ്ത്തുണ്ട്, ഇത്രയും ഹൈറ്റ്, ഒരു 10 ഫീറ്റോളം ഹൈറ്റും ഇത്രയും ബോൾസുള്ള വളരെ പ്രായം ചെന്ന ഒരു 75-100 ഇയേഴ്സ് ഓൾഡ് വരെ ഉണ്ടെന്നാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. അത്രയും ഒരു പ്രായമുള്ള ഒരു പ്രീമിയം, കാണാൻ തന്നെ വളരെ മനോഹരമായ ഒരു ചെടി, ഒരു ബോൺസായി ആണിത്. ഇപ്പോൾ ബോൺസായി വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളും എങ്ങനെയാണ്? പരിചരണം ഇങ്ങനത്തെ ബോൺസായിക്ക് എപ്പോഴും നമ്മൾ അതിൻ്റെ ക്രോപ്പ് ചെയ്ത് വിടുക എന്നുള്ളതാണ് അതിനൊരു മെയിനായിട്ടുള്ള. ലീഫുകൾ വളർന്ന് പോകുമ്പോൾ അതിനെ ക്രോപ്പ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. പിന്നെ ഇത് ഫൈക്കസ് വെറൈറ്റീസിലായതുകൊണ്ട് വെള്ളമൊക്കെ വളരെ പരിമിതമായിട്ടുള്ള വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. വെള്ളത്തിലൊക്കെ ഒരുപാട് വെള്ളവും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വളർന്ന് അത് മെയിൻ്റനൻസ് കൂടുതലുണ്ടാവും. ഇത് നമ്മളിലുള്ള വളരെ ഒരു ഭീമൻ ബോൺസായി, ഒരു ജൈൻ്റ് സൈസാണ്. ഒരു 5 മീറ്റർ, മോർ ദാൻ 5 മീറ്റർ ഹൈറ്റ് വരുന്ന, ഇത്രയും ഏകദേശം ഇത് ഒരു 2 മീറ്ററോളം വിഡ്ത്ത് വരുന്ന, ഏകദേശം ഒരു 5 മീറ്റർ ഹൈറ്റിൽ വരുന്ന ഒരു ഭീമൻ ബോൺസായി ആണ് ഇത്. ഇതിൻ്റെ ഒരു ഏജ് എത്രയായിരിക്കും? ഇത് ഒരു 50 ഇയേഴ്സ് പ്ലസ് ഉണ്ടാവും, 50-60, എന്തായാലും 50 ഇയേഴ്സ് മിനിമം ഉണ്ടാവും. എന്നെങ്കിൽ മാത്രം ഈ ഒരു ചെടി ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. ചേട്ടനിപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി? ഇത് നമ്മൾ വളരെ അടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചെടിയാണ്, വെരി സൂൺ കൊണ്ടുവന്ന ചെടിയാണ്. ഒരു എൻട്രൻസ് പോർഷനിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്രീമിയം ബോൺസായി ആണ്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, എന്നാൽ ഒറിജിനൽ, അതിൻ്റെ സ്റ്റെമ്മൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒറിജിനൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ബോൺസായി ആണ്. ഒരു 1 മീറ്റർ ലെങ്തിലുള്ള ബോൺസായി. ഇത് വളരെ നല്ലൊരു എസ് ഷേപ്പാണ്. ഇങ്ങനെ പിണഞ്ഞ് ഏകദേശം ഒരു 10 ഫീറ്റ് ഹൈറ്റിൽ വന്നിട്ടുള്ള ഒരു എസ് ഷേപ്പായിട്ടുള്ള ഒരു ബോൺസായി ആണിത്. ഇതും ഒരു യുണീക്ക് പീസിലുള്ള പ്ലാന്റാണ് നമ്മുടെ. വീട്ടിലൊക്കെ കൊണ്ടുപോയി പ്ലാന്റിങ്ങിൻ്റെ രീതിയും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഈ അധികവും ഇങ്ങനെയുള്ള ചെടികൾ ബോൺസായിസൊക്കെ എപ്പോഴും ഇപ്പോഴത്തെ ഒരു ഗാർഡനിങ്ങിൽ ആർക്കിടെക്റ്റാണ് കൂടുതലും എന്നെ സജസ്റ്റ് ചെയ്യണം. ആർക്കിടെക്ട്സ് അവർക്കറിയാം ഏത് ഗാർഡൻ്റെ ഏത് പോർഷനിലാണ്. ഇതൊക്കെ ഒരു ഔട്ട്ഡോർ പ്ലാന്റുകളാണ്. അപ്പോൾ ആർക്കിടെക്ട്സിന് ഒരു ധാരണ ഉണ്ടാവും. ഇങ്ങനെ നല്ല വെയിലുള്ള സ്ഥലമാണ് ഇതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യം. നല്ല വെയിലുണ്ടെങ്കിൽ ചെടി നല്ല മനോഹരമായിട്ടിരിക്കും. ഈ സ്റ്റെമ്മിലൊക്കെ ഫംഗസൊക്കെ കയറാതെ നമ്മളൊരു മന്ത്ലി വൺസോ അങ്ങനെയൊക്കെ ഒരു ഫംഗിസൈഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഷൈനിങ്ങിൽ, ഇതിലിപ്പോൾ ലീഫ് കുറവാണ്, ലീഫ് ഒരു 15-20 ദിവസം ആകുമ്പോൾ ലീഫാവും. അപ്പോൾ നല്ല രസമുള്ള ഈ ഒരു ചെടിയായിട്ട് മാറും. 28 ഇഞ്ചിൻ്റെ സൈസ് പോട്ടാണ്. ഏകദേശം അത്രയും തന്നെ ചുറ്റളവിലുള്ള ഒരു 1.5 മീറ്റർ ലെങ്തിലുള്ള ഒരു ബോൺസായി ആണ് ഈ ബോൺസായി. ഇതും നല്ലൊരു ചെറിയ കുഞ്ഞ് ഗാർഡനൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. നമ്മൾ മാറ്റങ്ങളുണ്ടെങ്കിലേ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാം റെഡിമെയ്ഡ് ചെടി. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ കൂടെ ഒരാൾ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കായോടുകൂടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബിഗ്, എല്ലാം റെഡിമെയ്ഡിലോട്ടുള്ള, എക്സ്പെഷ്യലി നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റി അഗ്ലോണിമാസ് ആണ്. അഗ്ലോണിമാസിൻ്റെ ഫോളിയേജ് ഹോളണ്ട് വെറൈറ്റീസ് ഒക്കെ. അതിന് പ്രത്യേക തരം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോകണമെങ്കിൽ നല്ല കൊക്കോ പീറ്റിലൊക്കെ റെഡിയാക്കിയാണ് കൊണ്ടുപോകാനുള്ളത്. നമ്മൾ അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യക്കകത്ത് ഫുള്ള് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊക്കോ പീറ്റ് വളരെ മൈന്യൂട്ട് റെഡ് സാൻഡ് കൂടെ ചേർത്തിട്ട് അതിന് നമ്മൾ ഒരു ഫ്യൂച്ചർ പ്ലാനിലുള്ളതാണത്. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത് വ്യത്യസ്തങ്ങളായ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളെയാണ്. പ്ലാന്റുകളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.